BJP നോർത്ത് ജില്ലാ പ്രസിഡന്റിനെതിരെ വടകരയിൽ പ്രവർത്തകരുടെ പ്രതിഷേധം. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് കാണിച്ച BJP 9 പേരെ പുറത്താക്കിയിരുന്നു. ഇവരാണ് നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതിഷേധവുമായി എത്തിയത്. കാരണം പോലും ചോദിക്കാതെയാണ് നടപടിയെടുത്തതെന്ന് ഇവർ കുറ്റപ്പെടുത്തി. കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണന്റെയും ജില്ലാ കമ്മിറ്റിയുടെയും പാർട്ടി പ്രവർത്തകരോടുള്ള നിരുത്തരവാദപരമായ സമീപനത്തിൻ്റെ ഇരകളാക്കപ്പെട്ട സജീവ പാർട്ടി പ്രവർത്തകരായ ആളുകളാണ് ഇന്നിവിടെ പ്രതിഷേധത്തിനായി എത്തിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വടകര, നാദാപുരം മണ്ഡലങ്ങളിലെ പ്രവർത്തകരുടെ അഭിലാഷങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് അതാത് പാർട്ടി മണ്ഡലങ്ങളിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യപ്പെട്ട പേരുകൾ അവഗണിച്ചുകൊണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ നടത്തിപ്പോന്നിട്ടുള്ള പാർട്ടിയുടെ സഹായധനത്തിലെ തിരിമറികൾ സംബന്ധിച്ച് നിശ്ചയിക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ മോറൽ സൈഡ് പരിശോധിക്കാതെ പ്രവർത്തകരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന സ്ഥാനാർത്ഥിത്വങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നിവിടെ പ്രതിഷേധ പരിപാടിക്ക് ഞങ്ങൾ തയ്യാറായി എത്തിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിമത നീക്കം നടത്തി എന്നതിൻ്റെ പേരിൽ നോർത്ത് ജില്ലക്കകത്ത് 9 പേരെ പാർട്ടി അച്ചടക്ക ലംഘനത്തിന് വിധേയമാക്കി പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വം റദ്ദാക്കിക്കൊണ്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. 9 പേരെയാണ്. വടകരയിൽ നിന്ന് 3 പേരെയും നാദാപുരം നിയോജകമണ്ഡലത്തിനകത്തു നിന്ന് 6 പേരെയാണ് പുറത്താക്കിയിട്ടുള്ളത്. പുറത്താക്കപ്പെട്ട ആളുകൾ മുഴുവനും ദീർഘകാലമായി പാർട്ടിയുടെ വിവിധ ചുമതലകൾ നിർവഹിക്കുന്നവരും പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായിട്ടുള്ള ആളുകളും പാർട്ടിക്ക് വേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിട്ടുള്ളതുമായ ആളുകളൊക്കെയാണ്. പാർട്ടിയുടെ സാധാരണക്കാരായ പ്രവർത്തകരുടെ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടല്ല ജില്ലാ പ്രസിഡന്റും അതുമായി ബന്ധപ്പെട്ട ആളുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ബന്ധപ്പെട്ട ചുമതലക്കാർക്ക്, സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിരവധിയായ പരാതികൾ പല സമയങ്ങളിലായി നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആയതൊന്നും പരിഗണിക്കുകയോ അതിന് പരിഹാരം കണ്ടെത്തുവാനോ നേതൃത്വം ശ്രമിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പരാതികൾ ചുമതലപ്പെട്ട സംഘടനാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളിൽ പാർട്ടി ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പരിഗണിക്കുകയോ അതിലെന്തെങ്കിലും പരിഹാരം കണ്ടെത്താനുള്ള അല്ലെങ്കിൽ സമവായം കണ്ടെത്താനുള്ള ഒരു ശ്രമം പാർട്ടി ചുമതലക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. മറ്റൊരു മാർഗവുമില്ലാതെയാണ് പ്രതിഷേധം എന്നുള്ള നിലക്ക് 2 നിയോജകമണ്ഡലങ്ങളെയും പ്രവർത്തകന്മാർ ഒരു സമാന്തരമായി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. പാർട്ടിയെ തിരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കാര്യം നിർവഹിക്കപ്പെട്ടതെങ്കിലും അത് തിരുത്താനാവശ്യമായ ഒരു സമീപനം നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം നടപടിയെടുക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം നടപടിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ എടുത്ത നടപടി സംഘടനാ ക്രമപ്രകാരമല്ല എന്നുള്ളതാണ്. സംഘടനയിൽ ഭരണഘടന ഉണ്ട്. അതിൽ അച്ചടക്ക നടപടി എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഈ നടപടിയിൽ ഉൾപ്പെട്ട ആളുകൾക്കൊന്നും തന്നെ ഒരു കാരണം കാണിക്കൽ നോട്ടീസോ വിശദീകരിക്കാനുള്ള അവസരമോ ഒന്നും നൽകപ്പെട്ടിട്ടില്ല. മുതിർന്ന ചുമതലക്കാർ ആരും തന്നെ ഈ ആളുകളെ ഒന്നും സമീപിച്ചിട്ടില്ല. ആയതിൽ വളരെ ശക്തമായ പ്രതിഷേധമുണ്ട്. ഞങ്ങളെല്ലാവരും തന്നെ പാർട്ടിയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ദീർഘകാലമായി പ്രവർത്തിച്ച ആളുകളാണ്. തുടർന്നും അത് തന്നെ ചെയ്യുന്നതാണ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന സമയത്തും പാർട്ടിയെ തിരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൽ മോറൽ സൈഡുണ്ട്, സാമ്പത്തിക വിഷയങ്ങളുണ്ട്,
അനർഹമായ സ്ഥാനലബ്ധികളുണ്ട്. ഇപ്പോൾ പ്രസിഡൻ്റായിരിക്കുന്ന വ്യക്തി പോലും മുമ്പ് ഗുരുതരമായ അച്ചടക്ക നടപടി നേരിട്ട ആളാണ്. ജനറൽ സെക്രട്ടറിയും അങ്ങനെയാണ്. അത്തരത്തിലുള്ള ആളുകളാണ് മത്സരത്തിന് പാർട്ടി തയ്യാറാക്കി കൊടുത്തിട്ടുള്ളത്. സാധാരണക്കാരായ നിരപരാധികളായ നിഷ്കളങ്കരായ പ്രവർത്തകർക്ക് ഇങ്ങനെയുള്ള ആളുകളെ സഹിക്കാൻ താല്പര്യമില്ല എന്നുള്ളതിൻ്റെ ഭാഗമായി ഒരു പ്രതിഷേധം സംഘടിപ്പിക്കണമായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് വിമത സ്ഥാനാർത്ഥിത്വം എന്നുള്ള നിലക്ക് ഉണ്ടായത്. നാദാപുരത്ത് പപ്പട്ടൻ്റെ സ്ഥാനാർത്ഥിത്വം അത് നിലനിൽക്കുന്നുണ്ട്. വടകരയിലെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കൊടുത്ത ഒരു പത്രിക തള്ളുകയും ചെയ്തിട്ടുണ്ട്. ശ്യാമേട്ടൻ്റെതാണ്. ഞങ്ങൾ പാർട്ടിയെ തിരുത്തുകയും പാർട്ടിക്ക് ഒരു സൂചന നൽകുകയും ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായാണ് പത്രിക നൽകിയിട്ടുള്ളത്. മത്സരിച്ച് ജയിക്കുക അല്ലെങ്കിൽ പാർട്ടിയേക്കാൾ കൂടുതൽ വോട്ട് നേടുക ഇതൊന്നും ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നില്ല. പാർട്ടി ഭാരവാഹികൾക്കിടയിൽ ഞങ്ങളുടെ സന്ദേശം എത്തിക്കുക എന്നുള്ളതായിരുന്നു പ്രാഥമികമായി ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ എടുത്ത നടപടിയിലും പാർട്ടി ഞങ്ങളോട് പുലർത്തുന്ന സമീപനത്തിലും പ്രതിഷേധമുണ്ട്. അങ്ങനെ പ്രതിഷേധിക്കുന്ന ആളുകളുടെ ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രതിഷേധമാണ് ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങൾ നടത്താൻ പോകുന്നത്. ഇതിന് തുടർന്ന് ഞങ്ങൾ കൂടിയാലോചനകൾ ആദ്യമായിട്ടാണ് എല്ലാവരും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി ഇതിന് തുടർ നടപടികൾ ഞങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ച് എങ്ങനെ വേണമെന്നൊക്കെ വലിയ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സംഘടനാ നേതൃത്വം ഇടപെട്ട് കാര്യങ്ങളിൽ ഒരു സമവായം ഉണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും ഞങ്ങൾക്ക് താല്പര്യം. നിലവിലിപ്പോൾ വടകര സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു, ഞങ്ങളിപ്പം ശ്യാമേട്ടത്തിൽ തള്ളിപ്പോയല്ലോ. അപ്പോൾ നിങ്ങളിൽ വോട്ടായിരിക്കും പോയിട്ടുണ്ടാവുന്നല്ലോ. ഞങ്ങൾ വോട്ട് ഇന്ന ഇടത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് പ്രത്യേകമായി ഒരു നിർദ്ദേശവും ആർക്കും നൽകിയിട്ടില്ല. പാർട്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പ്രയാസമുള്ള ആളുകൾക്ക് മറ്റ് ഏതെങ്കിലും കക്ഷികളിൽ വോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊരു സൂചന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഒരു സംഘടനാ രീതിയിൽ ആയിരുന്നില്ല. സ്വതന്ത്രമായി ഒരു സൂചന നൽകുകയാണ് ഉണ്ടായത്. നോട്ടൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ എല്ലാവരും നോട്ടൊക്കെ ചെയ്തോളണം എന്നില്ല. കാരണം വെച്ചാൽ പ്രതിഷേധമുള്ള വോട്ടുകൾ പല സ്ഥലത്തേക്കും പോവാം. അതിലൊരു നിയന്ത്രണമില്ല. ഈ എതിർപ്പിൻ്റെ ശബ്ദത്തിന് ഒരു സംഘടനാ രൂപമില്ല. വ്യത്യസ്തമായ രീതികൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നുള്ള എതിർപ്പാണ്. അതിന് ഇതുവരെയും ഏകരൂപം ഉണ്ടായിട്ടില്ല. ഇന്നാണ് ആദ്യമായിട്ട് ഞങ്ങൾ പ്രതിഷേധിക്കാൻ വേണ്ടി ഒത്തുകൂടുന്നത്. ഇതിനിടയിൽ ഇതുവരെയും ഒരു യോഗമോ അല്ലെങ്കിൽ കൂടിച്ചേരലുകളോ മറ്റെന്തെങ്കിലും ആശയപ്രചരണങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. ഇനി തുടർന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് ഇന്നത്തെ പ്രതിഷേധത്തിന് ശേഷം ഞങ്ങൾ കൂടിയാലോചിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. ഇത് ഞങ്ങൾ സംഘടനാ നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും സംഘടനാ നേതൃത്വത്തോട് സംവദിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ മേലിലും അത് തന്നെ തുടരും. എത്ര ആൾക്കാരുണ്ട് ഇപ്പം നിലവിലെ കൂടെ? ഞങ്ങൾ ഈ പ്രതിഷേധത്തിൻ്റെ എണ്ണം എത്ര പേരുണ്ട് എന്നുള്ളത് ഇതുവരെ ഞങ്ങൾക്ക് പോലും അറിയില്ല. ഞങ്ങളോട് സംസാരിച്ച ഒരുപാട് പ്രവർത്തകന്മാർ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങളോട് സംവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത്. ഇനി ഇപ്പോൾ ഞങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്ന ധാരാളം ആളുകളുണ്ടെങ്കിലും അവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു സംഘടിത ശ്രമം ഇതുവരെ ഞങ്ങൾ നടത്തിയിട്ടില്ല. ഇനി അങ്ങോട്ട് അത് ഉണ്ടാകും എന്ന് ഇപ്പോൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാന സമിതിയിൽ നിന്ന് ആളുകൾ വന്ന് കോർ ടീം അംഗങ്ങളുടെ അഭിപ്രായ സമാഹരണം നടത്തി അതിൽ നിന്ന് ആണ് നിശ്ചയിക്കേണ്ടത്. സാധാരണ അങ്ങനെയാണ് ഉണ്ടാവുക. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഏരിയ പ്രസിഡന്റ് ഉപരി ആളുകളാണ് ഇതിൽ അഭിപ്രായം പറയേണ്ട ആളുകൾ. ഈ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടില്ല. നിയോജക മണ്ഡലത്തിലെ കോർ ടീം അംഗങ്ങളാണ് അഭിപ്രായം പറഞ്ഞത്. അതിൽ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ പറഞ്ഞ അഭിപ്രായമല്ല വന്നത്. ഈ ഇപ്പോൾ ഉണ്ടായ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്, ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതിൽ വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പിൻ്റെയൊക്കെ തുടർച്ചയാണ് പ്രതിഷേധം. ഈ സാമ്പത്തിക ക്രമക്കേടുകളുണ്ട്, അതൊന്ന് വിശദമായിട്ട് പറയാൻ പറ്റും? അത് വിശദമായി പറയാൻ കുറച്ച് പ്രയാസമുണ്ട്. എങ്കിലും ഒരു സൂചന ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് സംഘടന സ്ഥാനാർത്ഥികൾക്ക് ഒരു സഹായം കൊടുക്കുമായിരുന്നു. ബാക്കിയൊക്കെ റെസീറ്റ് കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവരവരുടെ തിരഞ്ഞെടുപ്പ് ചെലവുകൾ നിർവഹിക്കുന്നത്. പക്ഷേ ഒപ്പം തന്നെ പാർട്ടി ഒരു സഹായം അവർക്ക് കൊടുക്കും. ചിലവല്ല, ഒരു സഹായം എന്നുള്ള നിലക്ക്. ആ സഹായം പൂർണ്ണമായി കിട്ടേണ്ട സ്ഥലങ്ങളിൽ കിട്ടിയില്ല എന്നുള്ള അഭിപ്രായവും ആക്ഷേപവും പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് പാർട്ടിക്കകത്താണ് ചർച്ച ചെയ്യേണ്ടത്. ഞങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇതേപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചും ആക്ഷേപം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളിലുള്ള ഈ ഇത്തരത്തിലുള്ള ഉദാസീനമായ നിലപാടും അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ പിഴവുകളും
അത് അങ്ങനെ പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൽ കൂടുതൽ വിഷയങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പാർട്ടി സംഘടനക്കകത്ത് ഈ കാര്യങ്ങളൊക്കെ ചർച്ചയിലുണ്ട്. ഇതൊക്കെ ഒന്ന് പരിഹരിച്ച് കിട്ടണം എന്നൊക്കെ നമ്മൾ സംഘടനാ സെക്രട്ടറിയോടും അതുപോലുള്ള ആളുകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഞങ്ങൾ ഒരു പക്ഷത്തേക്കും ഒരു പാർട്ടിയിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളൊക്കെ ദീർഘകാലമായി സംഘടനാ പ്രവർത്തനം ചെയ്യുന്ന അടിസ്ഥാനപരമായി സംഘത്തിൻ്റെ സ്വയംസേവകരായ ആളുകളാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദർശമായിട്ടുള്ള ഏകാത്മ ദർശനത്തോട് മാത്രമാണ് ആഭിമുഖ്യം. അത് അവസാന ശ്വാസം വരെ തുടരാൻ വേണ്ടി ഉറച്ചു നിൽക്കുന്ന ആളുകളാണ്. ഇത് ഏതെങ്കിലും മറ്റ് സംഘടനകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ആശയങ്ങളോടോ ആഭിമുഖ്യം പുലർത്തുന്ന ഒന്നല്ല. അതിലേക്ക് ഞങ്ങൾ ഒരു കാരണവശാലും ഇറങ്ങിത്തിരിക്കുകയുമില്ല. വളരെ ശക്തമായി തന്നെ ഏകാത്മ ദർശനത്തിൻ്റെ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് തുടർന്നും പ്രവർത്തിക്കുന്നതാണ്. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.